യാത്രകള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കല്യാണം കഴിഞ്ഞ ശേഷം വളരെ തിരക്കായി പോയി. പിന്നെ ഇന്ന് വരാനൊരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ശരിയാണോ തെറ്റാണെന്ന് അറിയത്തില്ല. കുറെ കമന്റ്സ് വന്നിരുന്നു. ഇതിനെ പറ്റിയായിരുന്നു സമയം. നിസാർക്കായെ വണ്ടിയുടെ മുൻ സീറ്റിൽ ഇരുത്തണം എന്നുള്ളതിനെ കുറിച്ച്. കാരണം നമ്മളുടെ വ്യൂവേഴ്സ്, എനിക്കറിയാം നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്ന്. പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിയണമല്ലോ എന്താണെന്നുള്ളത്. അല്ലാതെ വെറുതെ നമ്മളുടെ മോനെയും മോളെയും ഒന്നും ഇതിലേക്ക് ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ല. അത് പ്രയാസം തോന്നി എനിക്ക്. ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം സൽമാൻ കല്യാണം കഴിച്ച് ഒരു 30 ദിവസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവർക്ക് കൂടുതൽ കിട്ടുന്ന യാത്രകളാണ്. നമ്മൾ പലയിടത്തും വിരുന്ന് പോകുന്നു, സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, ഒരു ഹണിമൂൺ പോകുന്നു. അങ്ങനെ ഹണിമൂൺ പോകുമ്പോൾ അവർ ഒറ്റയ്ക്ക് തന്നെ പോകത്തുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മള് ഈ കുടുംബക്കാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടുകാരും പോയി കാണുന്നതിൽ ഒരു മര്യാദയുണ്ട്. അപ്പൊ അതിന് പോകുന്നതും പിന്നെ യാത്രകളൊക്കെ ആകുമ്പോൾ കൂടുതലും അവർ തമ്മിൽ കുറച്ചെങ്കിലും ഒരു ബോണ്ടിങ് വന്നോട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അവരെ ഇരുത്തിയത്. അല്ലാതെ എനിക്ക് ഇരിക്കുന്നതിന് അവർക്ക് ബഹുമാനക്കുറവൊന്നും അല്ലല്ല. അത് പറയണല്ല. സലു ഫസ്റ്റ് പറഞ്ഞു ആ വാപ്പ മുന്നിൽ കയറും. അപ്പൊ മോളും പറഞ്ഞു വാപ്പ മുന്നിൽ കയറും. അവള് നല്ലോണം നിർബന്ധിച്ച്. അപ്പൊ ഇക്ക പറഞ്ഞു ഇല്ല 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 മോള് കയറിക്കോ, മോള് കയറിയിരിക്കും എന്ന് നിസാറിക്ക് സംസാരിച്ചോ പോകുമ്പോഴൊക്കെ അവർ അങ്ങനെ ഒരു ഇത് വന്നോട്ടെന്ന്. അപ്പൊ ഞാനും ഹാപ്പിയായി. കാര്യം എന്തെന്നറിയാവോ, എന്റെ കെട്ടിയവൻ എന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താവിന്റെ കൂടെ പോകുമ്പോൾ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള. പ്രത്യേകിച്ച് സൽമാനെ പോലുള്ള ഒരു മോനെന്ന് പറയുമ്പോൾ അവർക്കൊരു ഈ പറഞ്ഞ മാതിരി വളരെ ചുരുങ്ങിയ സമയമായിരിക്കും വെക്കേഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ആ ഒരു സമയം നമ്മൾ മനസ്സിലാക്കണം, പിള്ളേരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പം ഇങ്ങനെ ഒരു ബൈലയൊന്നും ഇല്ല, നിയമവും ഇല്ല അങ്ങനെ ഇരുത്തണമെന്നൊക്കെ. അതുകൊണ്ട് നിസാർക്കയുടെ റെസ്പെക്ട് ഒട്ടും കുറയത്തില്ല. പക്ഷെ എന്നറിയാം, നമ്മൾ ഒരു അനുഭവത്തിൽ നിന്ന് പഠിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബഹുമാനിക്കേണ്ട ഇങ്ങനെയല്ല. ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ അറിയുന്ന എന്താണ്, മാതാപിതാക്കളെ കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്തിലാക്കുന്നു, മറ്റേതാക്കുന്നു. അവര് രാത്രി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ അവർക്ക് ഭാര്യ ഭർത്താവിന് സമയമില്ല. പാരന്റ്സ് വീട്ടിലുണ്ടെങ്കിൽ അവർ ഫുഡ് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രത്യേകം ഇരുന്ന് കഴിക്കുന്ന എത്രയോ വീടുകളുണ്ടെന്ന്. വെളിയിൽ കാണുമ്പം കാറിന്റെ മുമ്പിൽ പിടിച്ചിരുന്നതിൽ മാത്രമല്ല ബഹുമാനവും കാര്യം കൊടുക്കേണ്ട. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. നിങ്ങൾക്കറിയാം എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാണെന്നുള്ളൂ. പക്ഷെ അതല്ല, നമ്മൾ അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് ഇങ്ങനെയല്ല. അവരെ ആ ബഹുമാനം പ്രവൃത്തി കൊണ്ട് ബഹുമാനിക്കണം. അല്ലാതെ നമ്മൾ ഈ നാട്ടുകടപ്പം പോലൊന്നുമല്ല. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ജീവിതം പല അനുഭവങ്ങൾ കൂടി വന്നതാണ്. പല അമ്മമാരും ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉമ്മ മുമ്പിൽ വാപ്പയില്ലാത്തതായിരിക്കും. ഉമ്മ മുമ്പിൽ യാത്ര ചെയ്യുന്ന ശീലമുള്ളതായിരിക്കും. കല്യാണം കഴിച്ചിട്ട് ഉമ്മ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഇല്ലമ്മ പുറകെ ഇരുന്ന് പറയുമ്പോൾ അവർക്കൊന്ന് പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു മനപ്രയാസം അത് വളരെ വലുതായി. അപ്പൊ അതും നമ്മൾ അങ്ങനെ ഒരു എഴുത്തൊന്നുമില്ല. നമ്മൾ അപ്പോഴത്തെ സാഹചര്യം കണ്ട് നമ്മൾ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഇവൻ പെർമനന്റ് ഇവിടെ ആണെങ്കിലും ഞാൻ വേണമെങ്കിൽ ചിലപ്പം ഞാൻ കയറിയിരിക്കും. അങ്ങനെ ഇരുന്നിട്ട് കഥയില്ല. എനിക്കും വെറുപ്പാണ്. കാരണം എനിക്ക് എന്റെ സമീറ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വേറെ ഓപ്ഷൻ അവർ രണ്ടുപേരും പുറകെ എത്തിയിട്ട് ഞങ്ങൾ ഓടിക്കണം. അതിനിടെ ഞാനിന്ന് റെസ്റ്റ് എടുത്തോട്ട് ഞാൻ പിള്ളേർ വരുമ്പോഴേക്കും അവർ ഓടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാം. ഈ പറഞ്ഞ മാതിരി നമുക്കറിയാം നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് വളരെയധികം സ്നേഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്താടെ മരുമോൾ എന്താ അടുക്കളയിൽ കയറത്തില്ലേന്ന് വെച്ചു. നിങ്ങളിത് ദിവസം എണ്ണി നോക്കണം എത്ര ദിവസം ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്. അവള് വന്ന് അടുക്കളയിൽ വന്നിട്ട് ഉമ്മി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും മോളെ അവൾക്കിപ്പോ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, മോള് നല്ലോണം പഠിച്ചിട്ട് എക്സാം എഴുതാൻ നോക്ക് എന്നാണ് ഞാൻ പറയുന്നത്. അവള് എന്റെ അടുത്ത് പറഞ്ഞ ഉമ്മി എനിക്ക് എല്ലാ ജോലികളും അറിയാം, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണെന്നൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറയണത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മാതിരി ആ വന്ന കൊച്ചിനെ ആദ്യമേ കയറ്റി അടുക്കളയെ കയറ്റി അത് ഇത് ചെയ്യിപ്പിക്കുന്ന എന്റെ ഒരു സ്വഭാവം അല്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എത്ര പേർക്ക് വേണമെങ്കിലും പടച്ചവൻ സഹായിച്ച് എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്ക് 3 ആൺമക്കളാണ് ഉള്ളത്. എനിക്ക് 4 മക്കളായിട്ടാണ് ഞാനിപ്പൊ കണക്ക് കൂട്ടുന്നത്. അപ്പൊ നമ്മൾ 4 മക്കളുള്ളപ്പോ എനിക്ക് എന്ത് പണി നമ്മുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ എനിക്കൊരു 4-5 മക്കളുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ലേ? അപ്പൊ നമ്മൾ അതിലൊന്നും അങ്ങനെ ഒരു കടുംപിടുത്തം പിടിച്ച് ഇത് ചെയ്യേണ്ട കാര്യമില്ല. തിരിച്ചു ചിന്തിച്ചു ആദ്യമേ അടുക്കള 2 എക്സാമ്പിൾ ഞാൻ പറയാമേ. ഫസ്റ്റ്
ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വന്നത് കൊണ്ടാണ് ഇതിനെ ഒന്ന് റിപ്ലൈ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ കുറേയൊക്കെ കൊടുത്തു, പിന്നെ കൊടുക്കാത്ത കുറേ ഉണ്ട്. അപ്പൊ നമുക്കത് നിങ്ങളുമായിട്ടൊന്ന് അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ അവര് വന്നു, നമ്മൾ പുറത്തേക്ക് പോവാണ്. നിസ്സാറിക്കാൻ ഭയങ്കരമായിട്ട് ഡോറൊക്കെ തുറന്ന് ഫ്രണ്ടിൽ കയറി ഇരിക്കാണ്. എനിക്കറിയാം തീർച്ചയായിട്ടും വരുന്ന കമന്റ്സ്, ഈ കളവന്തിന് ഫ്രണ്ടിൽ കയറി ഇരിക്കണം, ബാക്കി ഇരുന്നോടെ ആ പിള്ളേരെ തന്നെ പോകാൻ അനുവദിക്കത്തില്ലേ. ഈ ഒരു രീതിയിൽ പേഴ്സണൽ ഞങ്ങൾ പോകുമ്പോഴും നമ്മുടെ സ്വന്തക്കാരെ വീട്ടിലൊക്കെ പോകുമ്പോഴും ഒക്കെയാണ് അവര് നമ്മളെയും ക്ഷണിക്കുമ്പോൾ നമ്മൾ കൂടെ പോകുമ്പോൾ നമ്മൾ പുറകെ ഇരിക്കും. അവരെ ഓടിച്ചു കൊണ്ടുപോകണം, അവർക്ക് അവരെ ഇഷ്ടത്തിന് പോട്ടെന്ന് വെച്ചിട്ട് വിടുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ കിച്ചണില് ഞാൻ ഫസ്റ്റ് തന്നെ മോളെ കയറ്റി അങ്ങ് ഈ നിങ്ങൾ ഭയങ്കര കടുംപിടുത്തം തന്നെ, ആ കൊച്ചു വന്ന് കേറില്ല, അതിന് മുമ്പ് അതിനെ കിച്ചണിൽ എന്നൊക്കെ അങ്ങനെ. അപ്പം നമുക്ക് അതിന് ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ എന്റെയും നിസ്സാറിക്കയുടെയും ആ ഒരു ഞങ്ങള് കാണുന്ന കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മക്കളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ള ചിന്തിക്കുന്നവരാണ്. ഇവരെല്ലാം വരുന്ന ആളിനെ വേറെ ആരോ ആയിട്ട് നമ്മൾ അന്യായിട്ട് വരുന്ന കുട്ടിയെ കാണരുത്. നമ്മുടെ മോളായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ അവര് നമ്മളെ മോനായിട്ട് കാണണം. അതൊക്കെ ഓരോരുത്തരുടെ ഏത് രീതി കാണുക എന്നുള്ളത് അവരവരുടെ ചിന്താഗതി അനുസരിച്ച്. പടച്ചവൻ സഹായിച്ച് എന്റെയും നിസ്സാറിക്കയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവളെ അന്യായിട്ട് കണ്ടിട്ടില്ല, അവള് നമ്മളെ മോളാണ്. അപ്പൊ ആ ഒരു മോളെ കാണുമ്പോ നമ്മൾ എങ്ങനെ പ്രതികരിക്കും, അതേ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പൊ ചിലര് ഞാൻ ആദ്യമേ എടുത്തിട്ട തലയിൽ വെച്ചു ഇങ്ങനൊക്കെയുള്ള കമന്റ്സ് വന്നത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നിയത്. കാരണം നമ്മള് കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ അവൾക്ക് അധികം പ്രായമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് ആ ഒരു നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ മക്കള് നമ്മുടെ അടുത്ത് ഇതുപോലെ വേറെന്തെങ്കിലും രീതിയിൽ കാണിക്കുന്ന മക്കളുള്ളവരുണ്ടാവില്ല. അങ്ങനെയൊന്നും ആവൂല. നമ്മളെങ്ങനെ അവരെ സ്നേഹിക്കുന്നു അത് അവര് തിരിച്ചു തരുമായിരിക്കും. അത് പ്രതീക്ഷിക്കുന്നുമില്ല, അത് വേറെ കാര്യം. നമ്മൾ അവരെ സ്നേഹം തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മക്കളെ സ്നേഹിക്കുമ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും മക്കളുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണോ അവരെ സ്നേഹിക്കുന്നത്? പെൺമക്കളാണെങ്കിൽ 10-21 വയസ്സ് വരെ വളർത്തി നല്ല ആക്കിയിട്ട് വേറൊരു വീട്ടിലോട്ട് പറഞ്ഞു. ഇപ്പതാ മോള് അവരുടെ കാര്യം നോക്കിയേ, അവര് നമ്മളുടെ അടുത്തേക്ക് വിടുവാണ്. അപ്പൊ പിന്നെ അവള് ഇനി അറിയേണ്ടത് മക്കളിൽ നിന്നാണ് അറിയേണ്ടത് ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ സൈഡാണ് പറഞ്ഞോളൂ. ഇനി വേറെ കാര്യം, നമ്മൾ ഇപ്പൊ ഞാനും നിസ്സാർക്കായി ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആ മോള് കണ്ട് വളരണം. അപ്പൊ നമ്മളുടെ സ്നേഹം എന്താണെന്ന് ആ കുഞ്ഞറിയണം. നാളെ അവൾക്കും കുട്ടികളുണ്ടാവും, അവളുടെ മക്കളും കല്യാണം കഴിയും. അന്ന് അവൾ നമ്മളെക്കാളും നല്ല രീതിയിൽ അവരെടുത്ത് പെരുമാറണം, അല്ലെ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ നമ്മളുടെ ഹാപ്പി ആയിട്ട്. അവരെങ്ങനെയായിരുന്നു, അതൊക്കെ കാലം മാറുന്ന അനുസരിച്ച് നമ്മൾ വേഷവും മാറണമെന്ന് പറയുന്നതല്ല. നമ്മൾ ഇപ്പൊ കാലത്തിനനുസരിച്ച് ജീവിക്കണം. നമ്മുടെ ഈ ആയുസൊക്കെ വളരെ കുറവാണ്. എല്ലാരും സന്തോഷത്തിലോട്ട് അല്ലേ? പിന്നെ എല്ലാരും പണം ഉള്ളതുകൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണം. കുറെ പേര് പറഞ്ഞു പണമുള്ളവർക്ക് എന്തും ആവാം. ഇല്ല, പണമുള്ളവർ എത്ര ദുഃഖിക്കുന്നവരുണ്ടാവും. അതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. പണമല്ല നമ്മുടെ മനസ്സിന്റെ സമാധാനം. എത്ര പണം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലും ഒരു ആനന്ദം, എല്ലാവരും തൃപ്തി ഉണ്ടാവണം. സത്യം പറഞ്ഞ എല്ലാവർക്കും നമുക്കുള്ളത് കൊണ്ട് നമ്മൾ റാഹത്തായിട്ട് നമ്മൾ കഴിയണം, അത്രയേ ഉള്ളൂ. അല്ലാതെ പണത്തിനൊരു ഇതല്ല. അത് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ എനിക്ക് കമന്റ്സ് എഴുതിയവര് ഇതിൽ കണ്ടോണ്ടിരിക്കുന്നെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചു കുടിലുള്ളവർ എത്ര ഹാപ്പി ആയിട്ട് കഴിയുന്നവരുണ്ടാവും ഇല്ലേ? കൊട്ടാരത്തിലുള്ളവര് ഞങ്ങൾക്കറിയുന്ന എത്ര കുടുംബങ്ങളുണ്ട്, വലിയ ഭയങ്കര, അവർക്കിനി ഒന്നിന്റെയും കുറവില്ല. പക്ഷെ അവർക്ക് ദുഃഖങ്ങളും സമാധാനവും ഇല്ലാത്ത എത്രയോ പേരെ നമുക്ക് തിരിച്ചറിയാൻ നന്ദി പറഞ്ഞു അതിൽ ആനന്ദം കണ്ട് നമ്മളുടെ മക്കൾക്ക് പടച്ചവൻ ദീർഘായുസ്സും സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കട്ടെ എന്ന് നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് തന്നെയുള്ളൂ, നീട്ടുന്നില്ല. വർത്തമാനം പറഞ്ഞ നിസാർക്ക് ഇപ്പൊ എന്നെ പറയും ഞാൻ കത്തി എടുക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം നമ്മളിലേക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും കമന്റ് പറയണം. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ആരെ വേദനിപ്പിക്കുന്നില്ല. ഇത് നമ്മളുടെ മനസ്സിലുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം.
അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, കല്യാണം കഴിഞ്ഞ പെണ്ണിനെയും ചെക്കനെയും ഏറ്റവും അടുത്ത കുടുംബക്കാരൊക്കെ വിരുന്ന് വിളിക്കും. അപ്പൊ അക്കൂട്ടത്തില് മാതാപിതാക്കളെയും അവര് ക്ഷണിക്കാറുണ്ട്. അപ്പം ആദ്യമായിട്ടാവുമ്പം ഇവരെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത ഈ മാതാപിതാക്കൾക്കാണല്ലോ. അങ്ങനെ ഇപ്പം നമ്മളിപ്പം മോളുടെ കുറെ ബന്ധുക്കളുടെ വീടുകളിലേക്കാണ് പോണത്. അപ്പൊ കൂട്ടത്തിൽ മോളുടെ പാരന്റ്സും മറ്റൊരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ വീടുകളിൽ എത്തിയപ്പോഴേക്ക് അതില് ഒരു വീട്ടിലെത്തിയപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സൊന്ന് ഉടക്കി കേട്ടാ. ഉടക്കി എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇത്രയേറെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം അതിങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ഒരവസ്ഥയാണ്. നീ നമ്മളെ വീട്ടിൽ ജാമ്പയ്ക്ക പറിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ ഇത്? അതൊരു സന്തോഷം തന്നെയാണ്. ഫ്രഷ് ആയിട്ടല്ലേ, മരത്തിൽ നിന്ന് നേരിട്ട്. വരിക്കാണ് അല്ലേ? അടിപൊളി മരം. ഇങ്ങനെ പറിച്ചാണ് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് അല്ലേ? അത് മറ്റേ ക്ഷീരം മറ്റേ കൊലയോടെ കഴിവണം കേട്ടോ. കറുത്ത എറുമ്പുണ്ട്. കുറച്ചേരം പിടിച്ചോണ്ടിരിക്കട്ടെ. നമ്മള് മറ്റേ മാർക്കറ്റിൽ പോണം. പണ്ട് നമ്മുടെ ഇതുപോലെ ഇതിന്റെ പ്ലാസ്റ്റിക് ചെടി ഓർമ്മയുണ്ടോ? കാലിലൊക്കെ ഇല്ല, സീതാഫൽ അതിലുണ്ടാ ഇതായിരിക്കണം. സമയം അത് സമയം മറ്റേ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും. വളഞ്ഞില്ല പണ്ട് ഇവിടെ വന്നാലെല്ലാം എന്നെ ഞാന് ചേമ്പിൻ തണ്ടനെ തെറ്റിച്ച് ചേനത്തണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു നീല ചേമ്പിൻ തണ്ടുണ്ട് എന്ന്. ഇതാണ് സംഭവം കേട്ടോ, നീലച്ചേമ്പ്. കൊള്ളാല്ലേ? അന്ന് കൊറേ പേര് ഞാൻ തെറ്റല്ലേ പറഞ്ഞത്, ചേനെന്ന് പറഞ്ഞു തണ്ട് എന്ന് പറഞ്ഞു. അതിങ്ങനെ പറഞ്ഞ എല്ലാ ആ വീഡിയോ ഫുള്ള് അങ്ങ് ചേനത്തണ്ട് ആയിപ്പോയതാണ്. ക്ഷമിക്കണം കേട്ടാ. ഓറഞ്ച് ഓറഞ്ച് നല്ല വലിയ ഓറഞ്ചാണല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ത് സാധനം? അമ്പഴങ്ങ. ഇവിടെ ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളും സംഭവങ്ങളും അമ്പഴങ്ങ. ഇത് കണ്ടാ വാവ്, നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിന്റെ റോയൽ ഫാമിലിയിൽപ്പെട്ടതാണെന്ന് തോന്നുന്നു. റൊമേനിയെ പേര് പറഞ്ഞ അത് തന്നെ ബൊളി എന്നാണ് പേര്. കൊള്ളാല്ലേ? കൊറേ കാര്യങ്ങൾ കാണാൻ പറ്റും. മാംഗോസ്റ്റീൻ എന്തോ ഇങ്ങനെ സമയം ഒന്നതോ പച്ച നേരെ ഒരു കഷ്ണമായിട്ടിരിക്കുന്നുണ്ട മാംഗോസ്റ്റീൻ. ഇവിടെ നമ്മളെ പറയാത്ത കുറച്ച് അതിഥികളുണ്ട്. കൊതുക്, മുളക് നല്ലോണം അവിടെ ഉണ്ടായിരുന്നു. പിലാവ്, എവിടെ
അത് ശോഷിച്ച മൾപ്പൊറി. കാരക്ക പത്തനം മാങ്ങ കാക്കുന്ന മാവല്ലേ ബഡ്ഡി വെച്ചിട്ടുള്ള. ഇതെങ്ങനെ തിരിച്ചറിയപ്പോ ഓരോ മാങ്ങ വയ്ക്കുന്നവർക്കറിയാം. തന്നെ അവനവന്റെ മക്കളാ അവനവനല്ലേ അറിയൂ. ബോൺസായി പീഡിപ്പിച്ച പീഡനം സഹിച്ച ഈ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. ബോൺസായി വളരെ പീഡനം വളരാൻ അനുവദിക്കാതെ ഈ ഒരു കോലത്തിലേക്ക് കൊണ്ടുവന്ന് വളരാൻ അനുവദിക്കാതെ മുരടിപ്പിച്ച് ജീവിതം മുരടിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഇതാ ചെടി പൂക്കൾ നോക്ക് ഭയങ്കര രസം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറേ പൂക്കൾ വരുന്നത്. കൊള്ളാം. സ്വന്തമായിട്ട് തന്നെ. ആണോ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരുന്നല്ലേ? എമോന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? ധനഞ്ജയ. ആ ടീച്ചർ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? പക്ഷെ ബാക്കി ഇഷ്ടമുള്ള ടീച്ചർ ആരാ? പക്ഷെ ബാക്കി മിസ്സൊക്കെ കണ്ടോണ്ടിരിക്കും. നമ്മളിങ്ങനെ കൊണ്ട് കുത്തിയാ മതിയല്ലേ? നോക്കട്ടെ സമയം ഇതുവരെ എത്തുമ്പം പാടാണ്ടിരുന്നാ മതി. ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി സമയം. Thank you.